പ്രൈസ് ദി ലോർഡ്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ വിമലകരയെ പ്രതീക്ഷിതങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ ജീവിതങ്ങളെ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയ്ക്ക് പൂർണ്ണമായും സമർപ്പിക്കുന്ന ഒരു വലിയ ഭക്തി അഭ്യാസത്തിലൂടെ കടന്നു പോവുകയാണ്. നമുക്ക് പരിശുദ്ധമ്മയോട് ചേർന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ മേല് ദൈവത്തിൻ്റെ കൃപ അത് സമൃദ്ധമാകുന്നതിന് വേണ്ടി. മിസ്റ്റർ ലൂയിസ് ഡി മോൺഫോർട്ട് തൻ്റെ യഥാർത്ഥ മരിഫിക്കുന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ദൈവം ഭൂമിയെ സൃഷ്ടിച്ചു, ഭൂമിയിലുള്ള ജലത്തെ എല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി അതിന് സമുദ്രമെന്ന് പേരിട്ടു. എന്നതുപോലെ ദൈവം സ്വർഗത്തിലുള്ള തൻ്റെ കൃപയെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട പേരാണ് മറിയം. ദൈവം തൻ്റെ കൃപയെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട പേരാണ് മറിയം, മേരി. അതാണ് ലൂക്കാസ് സുവിശേഷം 1:28 ദൂതൻ പറയുന്നത്: ദൈവകൃപ നിറഞ്ഞവളെ സ്തുതി എന്ന്. ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്. ഈ വാക്കുകൾ എൻ്റെ പ്രിയമുള്ളവർ, ഒരിക്കലും അത് ദൂതന്റെ വാക്കുകളല്ല, മറിച്ച് അത് സ്വർഗത്തിന്റെ വാക്കുകളാണ്. കാരണം ദൂതന് സ്വന്തമായിട്ടൊന്നും പറയാനില്ല. സ്വർഗം എന്താണോ ദൂതനെ ഏൽപ്പിച്ചത് അത് മാത്രമേ ദൂതന് പറയാനുള്ളൂ. അപ്പോൾ എന്താണ് സ്വർഗം പറയുന്നത്? പരിശുദ്ധ അമ്മയെക്കുറിച്ച് അവള് കൃപ നിറഞ്ഞവളായിരുന്നുവെന്ന്. നമുക്കറിയാം നമ്മുടെ അവസ്ഥ. നമുക്ക് പാപത്തോട് വലിയ ചായ്ച്ചലുണ്ട്. നമ്മുടെ പ്രകൃതി തന്നെ പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നു. നമുക്ക് എപ്പോഴും വീഴ്ചകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള നമുക്ക് ഏറ്റവും ആവശ്യം ദൈവകൃപയാണ്. അപ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മയുടെ സഹായം വളരെ വളരെ ആവശ്യമുണ്ട്. കാരണം നമുക്ക് ദൈവ കൃപയിൽ നിറയപ്പെടുവാൻ, ദൈവ കൃപയാൽ നിറഞ്ഞുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതം മുൻപോട്ട് നയിക്കുവാൻ. അപ്പോൾ വിമലകര പ്രതിഷ്ഠയിലൂടെ നമ്മൾ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നമ്മളെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചു കഴിയുമ്പോൾ ഈ കൃപാവരത്തിൻ്റെ ഒരു വലിയ കുത്തൊഴുക്ക്, അല്ലെങ്കിൽ ഈ കൃപാവരത്തിൻ്റെ ഒരു വലിയ ഉജ്ജ്വലനം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉറപ്പായിട്ട് കാണാനായിട്ട് സാധിക്കും. നമ്മൾ പല വിശുദ്ധാത്മാക്കളെയും എടുത്ത് പഠിച്ചു കഴിയുമ്പോൾ അവർക്കെല്ലാം ഈ പരിശുദ്ധ അമ്മയോട് ഒരു വലിയ ഭക്തി ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് വലിയ വലിയ സ്ഥാനമുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർക്ക് തങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ മുൻപോട്ട് പോകുവാനും ദൈവരാജ്യത്തിനു വേണ്ടി ഒരുപാടൊക്കെ പ്രവർത്തിക്കാനുമായിട്ടൊക്കെ സാധിച്ചു. പരിശുദ്ധ അമ്മയിൽ ഈ ദൈവകൃപ വളർന്നെടുക്കാനുള്ള ഒരു പ്രധാന കാരണം അത് പരിശുദ്ധ അമ്മയ്ക്ക് ദൈവവചനത്തോടുള്ള ആദരവും, അല്ലെങ്കിൽ ദൈവവചനത്തോടുള്ള ഒരു വലിയ താല്പര്യവും, അമ്മ വചനത്തിൽ തന്റെ ജീവിതത്തിൽ കൊടുത്ത പ്രാധാന്യവുമായി. നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം അവിടെ 5-ാം വാക്യം, അവിടെ അമ്മ പറയാണ്, തൻ്റെ അടുത്ത് ഇനി തീർന്നുപോയി, ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു വന്ന ആ ഒരു പരിചാരകരോട് അമ്മ പറയുകയാണ്, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അപ്രകാരം അമ്മയുടെ വാക്ക് കേട്ട് അവര് ഈശോ പറഞ്ഞതുപോലെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ വലിയ അത്ഭുതം സംഭവിക്കുകയാണ്. അവരുടെ അപമാനം മാറിപ്പോയി, അവരുടെ നിരാശ മാറിപ്പോയി, അവരുടെ ദുഃഖം മാറിപ്പോയി. അവിടെ വലിയ അനുഗ്രഹവും കൃപയും അവിടെ ഒരു വലിയ ഉയർച്ചയും കടന്നു വരികയാണ്. അപ്പോൾ അന്നത്തെ ആ ഒരു ഭവനത്തിന്റെ തകർന്ന അവസ്ഥ കണ്ടിട്ട് അമ്മ പറഞ്ഞത്, ഈശോ പറയുന്നത് പോലെ ചെയ്യുവാനാണെങ്കിൽ ഇന്ന് നമ്മളോടും പരിശുദ്ധമായി പറയാനുള്ള മറ്റൊന്നുമല്ല. നമ്മുടെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, നമ്മുടെ ആത്മീയ ഭൗതിക ജീവിതത്തിന്റെ അവസ്ഥ എന്തുമായിക്കൊള്ളട്ടെ, അമ്മയ്ക്ക് പറയാനുള്ള മറ്റൊന്നുമില്ല. അത് ഈശോ പറയുന്നത് പോലെ ചെയ്യുവാനാണ്, വചനം പാലിക്കുവാനാണ്. നമുക്ക് പരിശുദ്ധ അമ്മയോട് ഭക്തി ഉണ്ടെന്ന് പറയുകയും, അല്ലെങ്കിൽ നമുക്ക് ഈശോയോട് സ്നേഹമുണ്ടെന്ന് പറയുകയും, എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ യാതൊരു സ്വാധീനവുമില്ല, യാതൊരു പ്രസക്തിയുമില്ല, യാതൊരു പ്രാധാന്യവും ഇല്ലെങ്കിൽ നമ്മൾ കളവ് പറയുന്ന പോലെ ഉറപ്പായിട്ട് നമ്മൾ സത്യം പറയുന്നില്ല. നമുക്ക് പരിശുദ്ധമ്മയുടെ ഭക്തി ഉണ്ടെങ്കിൽ അതിന് മറ്റൊരർത്ഥം ഇതാണ്: നമ്മൾ ദൈവത്തിന്റെ വചനത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്നു. അല്ലെങ്കിൽ വചനം നമ്മൾ അടിമുടി മാറാതെ, വള്ളിപ്പുള്ളി മാറാതെ നമ്മൾ അനുസരിക്കാൻ തയ്യാറാകണം. യോഹന്നാന്റെ സുവിശേഷം 14:15 പറയുകയാണ്, എന്നെ സ്നേഹിക്കുന്നവന്റെ കൽപ്പനകൾ പാലിക്കുമെന്ന്. ഈശോയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ഏതൊരു വ്യക്തിയും ആദ്യമായിട്ട് ചെയ്യേണ്ടത് വചനത്തെ തൻ്റെ ജീവിതത്തിൽ സ്വന്തമാക്കുകയാണ്. വചനപ്രകാരം തങ്ങളുടെ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ പരിശ്രമിക്കുകയാണ്. ആകാശഭൂമിയും മാറിയാലും എൻ്റെ വചനത്തിന് യാതൊരു മാറ്റവും ഉണ്ടാകുന്നുള്ള മത്തായി സുവിശേഷത്തിൽ ഈശോ പറഞ്ഞ വചനം ഓർക്കാം. ഒരുപക്ഷെ സയൻസിന് മാറ്റങ്ങൾ സംഭവിച്ചേക്കാം, കണ്ടുപിടുത്തങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിച്ചേക്കാം, ഇന്നുള്ളത് നാളെ ഇല്ലാതാകാം, സംസ്കാരത്തിന് മാറ്റം സംഭവിച്ചേക്കാം, ദേശങ്ങൾക്ക് മാറ്റം സംഭവിക്കാം, എല്ലാത്തിനും മാറ്റം സംഭവിക്കാം. എന്നാൽ ദൈവത്തിന്റെ വചനത്തിന് അത്
കാലം മാറിയാലും ദേശം മാറിയാലും എന്തൊക്കെ മാറിയാലും ഒരിക്കലും മാറ്റം സംഭവിക്കുകയില്ല. ഇന്ന് വളരെ കൃത്യമായി കാണാൻ സാധിക്കും. ഒളിഞ്ഞും തെളിഞ്ഞും പിശാച് സാത്താന്റെ പ്രസ്ഥാനങ്ങള്, സാത്താന് സേവിക്കുന്ന വ്യക്തികളൊക്കെ ഈ ദൈവത്തിന്റെ വചനത്തിനെതിരെ അല്ലെങ്കിൽ ദൈവിക നിയമങ്ങൾക്കെതിരെ പോരടിക്കുന്നതായിട്ട്, ദൈവത്തിന്റെ വചനത്തിന് നമ്മുടെ ഹൃദയത്തിലുള്ള സ്ഥാനം ഇല്ലാതാക്കാൻ അവര് ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിക്കുന്നത് നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ഇത് തന്നെയാണ് വിധക്കാരന്റെ ഓമയില് അവിടെ ഈശോ പറയുന്നത്, സാത്താൻ വന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ വീണ ആ വചനം മോഷ്ടിക്കുമെന്ന്. പിശാചിന് നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നും വേണ്ട, അവന് സ്വർണ്ണമോ വെള്ളിയൊന്നും വേണ്ട, നമ്മുടെ വിലവെടുപ്പ് അല്ലെങ്കിൽ ഈ ലോകം വിലവെടുപ്പായി കാണുന്ന ഒന്നും അവന് വേണ്ട. അവന് വേണ്ടത് ദൈവത്തിന്റെ വചനമാണ്. അത് അവൻ മോഷ്ടിക്കും. ദൈവവചനം മോഷ്ടിക്കപ്പെട്ടാൽ നമ്മൾ തളർന്നു പോകുമെന്ന് വളരെ വ്യക്തമായിട്ട് അവനറിയാം. കാരണം മരുഭൂമിയിലെ തന്നെ പരീക്ഷയുടെ ആ ഘട്ടത്തിൽ ഈശോ പരീക്ഷണത്തെ ചെറുക്കുന്നത്, പിശാചിനെ തോൽപ്പിച്ച് ഓടിക്കുന്നത് അത് ദൈവത്തിന്റെ വചനം കൊണ്ടാണ്. ഇപ്പോൾ ഏത് വ്യക്തിയിലാണോ കർത്താവിന്റെ വചനത്തിന്റെ സമൃദ്ധി ഉള്ളത്, അല്ലെങ്കിൽ ഏത് വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനമുണ്ടോ, ആ വ്യക്തി പെട്ടെന്നൊന്നും അങ്ങനെ പ്രലോഭനത്തിൽ വീണു പോവുകയില്ല, പെട്ടെന്നൊന്നും ആത്മീയമായിട്ട് അവൻ തളർന്നു പോവുകയില്ല. പരിശുദ്ധ അമ്മ നമ്മളോട് പറഞ്ഞ അത് തന്നെയാണ്, എൻ്റെ മക്കളെ, നിങ്ങളുടെ ജീവിതം നിങ്ങൾ വചനത്തിൽ റൂട്ടറാക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴും വചനം വേണം. അമ്മയെക്കുറിച്ച് പറയണം, അമ്മ കേട്ട കാര്യങ്ങളെല്ലാം വചനമല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ചുവെന്ന്, അമ്മ അതിനെക്കുറിച്ച് ധ്യാനിച്ചുവെന്ന്. ഈ ഒരു ധ്യാനം, ഈ ഒരു സംഗ്രഹം, ഈ ഒരു വലിയ താല്പര്യം നമ്മുടെ ജീവിതത്തിൽ വേണം. ഇല്ലെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ പ്രലോഭനത്തിൽ നമ്മൾ വീണു പോകും. ഞാൻ പെട്ടെന്നൊരു കാര്യം ഓർക്കുകയാണ്. OJ വിക്ടർ എന്ന് പറയുന്ന ഒരു ആത്മായ ശുശ്രൂഷകൻ, അദ്ദേഹത്തിന്റെ കർത്താവിന്റെ വചനത്തിന്റെ വലിയ അഭിഷേകവും ശക്തിയും അതുപോലെ തന്നെ അതിലൂടെ ലഭ്യമായ പിശാചുക്കളുടെ മേലൊരു വലിയ അധികാരവും ആ രീതി ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയാണ്. ഇന്നും കേരളത്തിലെ പല പ്രമുഖരായ ജ്ഞാനഗുരുക്കന്മാരും അദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എടുത്ത് പരിശോധിച്ച് മനസ്സിലായ കാര്യം, അദ്ദേഹത്തിന് പരിശുദ്ധ അമ്മയോട് വലിയ ഭക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി അദ്ദേഹത്തെ കർത്താവിന്റെ വചന ധ്യാനത്തിലേക്ക് നയിച്ചു എന്നാണ്. ഏകദേശം അദ്ദേഹത്തെ കുറിച്ച് പറയുക, 1.5 വർഷക്കാലം അദ്ദേഹം ഒരു മുറിയിൽ കഥകട്ടൽ കാണിച്ചിരുന്നത് അദ്ദേഹം വചനം പഠിച്ചെന്നാണ് പറയുക. 1.5 വർഷക്കാലം. ഈ 1.5 വർഷക്കാലം ബൈബിൾ വായിച്ചു വചനം ധ്യാനിച്ച് ശക്തിപ്പെടാൻ അദ്ദേഹത്തെ സഹായിച്ചത് പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥമാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെയും ഈ രീതിയിൽ പരിശുദ്ധ അമ്മയോടുള്ള ആ ഒരു വലിയ ഭക്തിയും ആ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തിലുള്ള ആ ഒരു സ്ഥാനമൊക്കെ നമ്മളെ കർത്താവിന്റെ വചനത്തിലേക്ക് ഉറപ്പായിട്ടും നയിക്കും, അല്ലെങ്കിൽ നയിക്കുന്നതാണ്. അതാണ് യഥാർത്ഥ മറിയഭക്തി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് യഥാർത്ഥമായി നമുക്ക് മറിയത്തോട് ഭക്തിയില്ല, മറിയത്തെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അമ്മയായിട്ട് സ്വീകരിക്കുന്നു പോലുമില്ല. ഞാൻ മറ്റൊരു സംഭവം ഓർക്കുകയാണ്. ഒരിക്കലും ഞാൻ ഒരു ട്രെയിനെ യാത്ര ചെയ്തപ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്ന ധ്യാനഗുരു, അദ്ദേഹം വചനം എടുത്ത് വായിക്കുന്നതിന് ശേഷം ജപമാല ചൊല്ലുന്നു. ഏകദേശം ഡൽഹിയിൽ നിന്ന് കേരളം വരെ അദ്ദേഹത്തിന് ചെയ്തത് തന്നെയാണ്. വചനം വായിക്കും, അതിനുശേഷം അദ്ദേഹം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. ഇപ്പം എനിക്ക് മനസ്സിലായി, ഈ ജപമാല എഴുതുന്നതിലൂടെ വീണ്ടും വീണ്ടും വചനം വായിക്കുവാനും അല്ലെങ്കിൽ വായിച്ച വചനത്തിന്റെ ഉൾപ്പെടെയുള്ളതൊക്കെ മനസ്സിലാക്കാനും വചനത്തിന്റെ ആ ഒരു കൃപയും അഭിഷേകവും അദ്ദേഹത്തിൽ നിറയുകയാണ്. ഇന്ന് അദ്ദേഹം കേരളത്തിൽ നന്നായി കർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ധ്യാന ഗുരുവാണ്. എൻ്റെ പ്രിയമുള്ള നമ്മൾ മനസ്സിലാക്കണം, വചനം, പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ ആ ഒരു ഭക്തി, അമ്മയ്ക്കുള്ള സ്ഥാനം, ഇത് നമ്മളെ ഉറപ്പായിട്ടും കർത്താവിന്റെ വചനത്തിലേക്ക് നയിക്കും. കാരണം അമ്മ വചനത്തെ ഉദരത്തിൽ മാത്രമല്ല ഹൃദയത്തിൽ സ്വീകരിച്ചവരാണ്. അമ്മയുടെ ജീവിതത്തിൽ എപ്പോഴും വചനത്തിന് സ്ഥാനമുണ്ടായിരുന്നു. നമ്മൾ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം, അമ്മയെ വചനത്തിൽ വളരുവാൻ, വചനത്തിൽ അഭിഷേകം പ്രാപിക്കുവാൻ, വചനത്തിൽ ശക്തിപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കും.